മഗ്ദലന മറിയം ക്രിസ്തുവിനെ തന്നെ അന്വേഷിക്കുന്നത്. പക്ഷേ അവളുടെ മനസ്സിൽ ജീവിക്കുന്ന ക്രിസ്തു അല്ല ഉള്ളത്. എന്നെ പണ്ട് പാപത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുക. എനിക്ക് IELTS പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു, അതുകൊണ്ട് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. തൂത്തോട്ടി ധ്യാനം കൂടിയപ്പോൾ ജോലി കിട്ടി, അതുകൊണ്ട് ഞാൻ തൂത്തോട്ടി വരുന്നു. ഈ കാര്യം സാധിക്കാൻ വേണ്ടി വരുന്ന മനുഷ്യരെ കൊണ്ട് എനിക്ക് തന്നെ ഇപ്പം മടുപ്പായി തുടങ്ങി. ക്രിസ്തുവിനെത്തി ഞാൻ വർഷങ്ങളായിട്ട് 2000 മുതൽ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ ഇന്ന് വരെ ധ്യാനം കൂടുന്ന ആരും ഞാൻ യേശുവിനെ അന്വേഷിച്ച് വന്നതാണ്. എൻ്റെ മുറിവെന്ന് ആരും പറഞ്ഞിട്ടില്ല. പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ തേടി വന്നതാണ്, ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയും എപ്പോഴോ അത് കാണാൻ പറ്റുന്നത്. ഞാൻ വിചാരിക്കും ക്രിസ്തുവിനെ തേടിയാണ് വന്നത്, കൊടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോഴാണ് എന്നോട് 1972 എൻ്റെ കല്യാണം നടന്നത്. തിരുമേനി ഓർക്കുന്നുണ്ടോ? 1972 ഞാൻ ഉണ്ടായിട്ടില്ല, പിന്നെ ഇങ്ങനെ ഓർക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തുടങ്ങി കണ്ണുനീരാണ്. പിന്നെ 72 പിന്നെ എത്രയാണ് 50 വർഷത്തെ കണ്ണുനീരിൻ്റെ കഥ മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കണം. എല്ലാം കേട്ട് കഴിയുമ്പോൾ ഞാൻ പറയും, ഭർത്താവിനോട് അങ്ങ് ക്ഷമിക്ക്, അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്തിനാ ഈ കഥ കേട്ടത്? ഞാൻ നമ്മുടെ സിനിമയുടെ കഥ എഴുതാൻ പോവാണ് ഇതെല്ലാം കൂടെ കേട്ടിട്ട്. അപ്പോൾ പ്രിയമുള്ള, ക്രിസ്തുവിനെ ആർക്കും വേണ്ട, ക്രിസ്തുവിൻ്റെ വചനം ആർക്കും വേണ്ട. എല്ലാവരും ഭയങ്കര ആത്മീയതയിലെ കള്ളത്തരം കണ്ട് ഞാനിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ ആത്മീയതയുടെ കാപഠ്യം. ഞാനിവിടുന്ന് നേരെ അവിടെ ചെന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇവിടം വരെ ഒന്ന് വാ. അങ്ങനെ പ്രിയമുള്ളവർ അവരിവിടെ വന്നു. അവരെ പറഞ്ഞു, ഞങ്ങളിൽ ഒരു 10,000, 20,000, 25,000 രൂപ ഒരാളൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി മുഴുവൻ പൈസയും ഞാൻ, എൻ്റെ അക്കൗണ്ടിൽ അത്തരം പൈസ ഉണ്ടായിരുന്നു. 60,000, 70,000 രൂപ കിടപ്പുണ്ട്. ഞാനോർത്തു, ഒരു കലത്തിനകത്ത് നിറച്ച് ചോറുണ്ട്, അരി ഇട്ടു, ഒരെണ്ണം ഞെക്കി നോക്കി വെന്താൽ എല്ലാം വെന്തെന്നർത്ഥം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഭൂമിയിൽ എല്ലാവരെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റുകയില്ല, എല്ലാവരുടെയും സാമ്പത്തിക ബാധ്യത തീർക്കാനും പറ്റുകയില്ല. ഉള്ളത് കൊണ്ട് ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ 40,000 രൂപ അവൾക്ക് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, നീ സർട്ടിഫിക്കറ്റുമൊക്കെ മേടിച്ച് പഠിച്ച് വളർന്ന് വിദേശ രാജ്യത്ത് പോയി തിരിച്ചു വരുമ്പോൾ കയ്യിൽ പൈസയൊക്കെ നിറച്ചായി കഴിയുമ്പോൾ അന്നേരം ചിലപ്പോൾ എനിക്ക് ഗതികേടായിരിക്കും. കാരണം കുർബാനയ്ക്ക് പോകാൻ പറ്റുകയില്ല, ചിലപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് തകരാറ് വരാൻ സാധ്യതയുണ്ട്, നടുവിന് ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യത, എഴുന്നേക്കാൻ മേലാതെയൊക്കെ വന്നേക്കാം. അങ്ങനൊരു കാലം എനിക്കുണ്ടാകുകയാണെങ്കിൽ നിൻ്റെ സമ്പത്തിൽ നിന്ന് അന്ന് എനിക്ക് ഞാൻ തന്ന പണം തിരിച്ചു തന്നാൽ മതി എന്ന് പറയും. പ്രിയമുള്ള, കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ തിരിച്ചു വന്നു. നമ്മൾ ഓർക്കുക, നിങ്ങളുടെയൊക്കെ ജീവിതം, ഞാനിത് പറയാൻ കാരണം നിങ്ങളുടെയൊക്കെ അടുത്തിതുപോലത്തെ മനുഷ്യരുണ്ടായിരുന്നു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നിൻ്റെ ഹൃദയത്തിലെ ആഡംബരത്തിൻ്റെ കല്ലെടുത്ത് കളയാൻ നിന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടോ? തൊട്ടടുത്തിരുന്ന പെൺകുട്ടിയുടെ ചുരിദാറിൻ്റെ കളറ് പോയപ്പോൾ നിൻ്റെ കണ്ണ് നിറഞ്ഞോ? എൻ്റെ മുഖത്ത് നീ കപ്പളങ്ങ ചൊനയും പിന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസും പിന്നെ എല്ലാം കൂടെ കുഴച്ച് അടുക്കി തേച്ച് കഥകളിക്കാരനിരിക്കുന്ന പോലെ ഇരുന്ന് നമ്മൾ നമ്മുടെ കളർ റെഡിയാക്കിയപ്പോൾ ഇതാ വെയിലേറ്റ് കരുവാളിച്ച മുഖവുമായി വന്ന് നിൽക്കുന്ന നിൻ്റെ സഹോദരിയുടെ മുഖം കണ്ട് നിനക്ക് കണ്ണീര് വന്നിട്ടുണ്ട്. എനിക്കൊരിക്കലും നിൻ്റെ മുഖം കാണാൻ പറ്റില്ല. നീ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തോട്ട് നോക്കി, അവരുടെ കണ്ണിലോട്ട് നീ സൂക്ഷിച്ചു നോക്കി, ആരെ കാണും? നീ അടുത്തിരിക്കുന്നവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ പോലും അവൻ്റെ കണ്ണിൽ നിൻ്റെ മുഖമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിനക്കൊരിക്കലും വേർതിരിച്ച് മാറ്റാൻ പറ്റാത്ത ഒരുത്തനാണ് അവൻ. അതുകൊണ്ട് അവനെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും പറ്റാത്ത നിനക്ക് ഒരിക്കലും ആത്മീയത എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. വെറും അതൊരു കാപട്യമാണ് പറയുന്നത്. ആ സ്നേഹമൊന്നും അതൊന്നും സ്നേഹമല്ല, വെറും കാപട്യമാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിയിൽ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമ്മളാണ്. അവനെ നമ്മൾ സ്നേഹിക്കണം. അത് ഉയർത്തെഴുന്നേറ്റപ്പെട്ടവന് മാത്രമേ, മരണമില്ലാത്തവന് മാത്രമേ അങ്ങനെ സാധിക്കൂ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് അത് നിലനിൽക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ ആവൂ. നമ്മൾ നോക്കുക, നമ്മുടെ ജീവിതം ഇത്തരം രീതിയിൽ തിരുത്തപ്പെടാൻ നീ റെഡിയാണോ?
എങ്കിൽ ഉയർപ്പിൻ്റെ ശക്തി പ്രകടമാണ്. ഞാനത് 10-20 വയസ്സുള്ള കാലത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണ്. 20 വയസ്സുള്ള കാലത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. അച്ഛനാകുമെന്നോ ബിഷപ്പാകുമെന്നോ സ്ഥാപനമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. ആകപ്പാടെ ഞാൻ ചെയ്തത്, എനിക്കൊരു ജീവിതമുണ്ട്, എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്. അതുകൊണ്ട് എൻ്റെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ വളരെ ചെറിയ കൊച്ചു കാര്യങ്ങൾ മാത്രം ചെയ്യും. എനിക്കൊരു കല്യാണത്തിന്, എൻ്റെ സഹോദരൻ്റെ കല്യാണത്തിന് വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ തന്ന മുഴുവൻ പണവും നവജീവൻ ട്രസ്റ്റിലെ മാനസിക രോഗികൾക്ക് പങ്കുവച്ചിട്ടാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തത്. ഷൂവ്, ചെരുപ്പ്, ഡ്രസ്സ്, പാൻറ്റ്, ഇങ്ങനെ ഫുൾ സ്ലീവൊക്കെ ഇട്ട് ഞാൻ പങ്കെടുക്കേണ്ട ഒരു കല്യാണത്തിൽ പ്രിയമുള്ളവരെ ഞാൻ പങ്കെടുത്തത് റബ്ബർ ചെരുപ്പും മുണ്ടും സാധാരണ ഷർട്ടും ഇട്ടാണ് ഞാൻ പങ്കെടുത്തത്. അപ്പം ഞാൻ നടത്തിയൊരു പരിത്യാഗമാണ്. അതിൽ നിന്ന് കിട്ടിയ പണം ഞാൻ നവജീവൻ ട്രസ്റ്റിന് കൊടുത്തത് ഞാൻ ഇന്ന് ഓർക്കുക. എനിക്കെല്ലാം തിരിച്ചു കിട്ടി. ഞാൻ കൊടുത്തതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ കോളേജുകളിൽ പോയി ഞാൻ എൻ്റെ ബ്ലഡ് പലർക്കും ഒരിക്കലും ഉപവാസമാണ്, ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ട്, ഉപവാസ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത്, നമുക്കൊരു ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഉപവസിക്കുന്നവരുടെ ബ്ലഡ് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ മിണ്ടിയില്ല ഉപവാസമാണ്. ഞാൻ പറഞ്ഞു ഞാൻ പോരാമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജ് വാർഡിൽ ചെന്ന് അവരെന്നോട് ചോദിച്ചു, വല്ലതും കഴിച്ചതാണോ? ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചതാണെന്ന്. പ്രിയമുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ ബ്ലഡ് എടുത്തു. എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ വളരെ കൂളായിട്ട് എഴുന്നേറ്റ് പോന്നു. അങ്ങനെ അനേകം കാര്യങ്ങളിങ്ങനെ എൻ്റെ പ്രായത്തിൽ എനിക്ക് ആ കാലഘട്ടത്തിൽ ചെയ്യാവുന്നതെല്ലാം റെയിൽവേ കോളനികളിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് വാർഡുകളിലൂടെ, രോഗികളുടെ വാർഡുകളിലൂടെ അനേകം പ്രാവശ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നടന്നിട്ടുണ്ട്. ഒറ്റ രോഗി സുഖപ്പെട്ടിട്ടില്ല. ഒരൊറ്റ രോഗി പോലും ആ കാലഘട്ടത്തിൽ സുഖപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവർ, ഒരാൾ പോലും എനിക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. വളരെ പുച്ഛത്തോടെ നമ്മളെ നോക്കിയ ആളുകളുണ്ട്. അവരുടെ മധ്യത്തിലൂടെ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അനേകം ദിവസങ്ങൾ നവജീവൻ ട്രസ്റ്റിലൊക്കെ പല പ്രാവശ്യം പോയി മാനസിക രോഗികളായി ഈ കുപ്പായം ഊരി, ചെമ്മാച്ചൻ്റെ കുപ്പായം ഊരി അവിടെ തൂക്കിയിട്ടിട്ട് ഒരു എന്നാ പറയുന്നത്, അവരുടെ മുഖവും താടിയൊക്കെ വടിച്ച് വൃത്തിയാക്കി തിരിച്ചു പോകുന്ന കാലങ്ങളുണ്ട്. അന്നൊന്നും ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ ഉയർത്തെഴുന്നേറ്റവനോടുള്ള സ്നേഹബന്ധമാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. അതിനൊന്നും പ്രതിഫലമൊന്നും കിട്ടി. പക്ഷേ ഒരു കാലം പിന്നിട്ടപ്പോൾ പ്രിയമുള്ളവരെ, എല്ലാത്തിനും എണ്ണി എണ്ണി ഇതാ പ്രതിഫലം കിട്ടാൻ തുടങ്ങി. എവിടെ സംസ്കരിക്കപ്പെട്ടോ അവിടെ നിന്ന് ഇതാ ഉയർത്തെഴുന്നേക്കാൻ പറ്റി. ചിലർക്ക് ഉയർത്തെഴുന്നേൽപ്പേ ഇല്ലല്ലോ. ഏത് കുഴിയിലാണോ അടക്കിയത് അതിനകത്ത് തന്നെ ഇരിപ്പ്. എന്നിട്ട് ആ കുഴിക്കകത്തിരുന്ന് സകല പാപവും സകല അശുദ്ധിയും സകല മ്ലേച്ഛതയും സകല പ്രലോഭനവുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. കാര്യമില്ല. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റവൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങളുടെ ജീവിതം ഉയർത്തെഴുന്നേറ്റവൻ്റെ ജീവിതത്തിലേക്ക് വഴിമാറണം. അതിന് ചില ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങളൊക്കെ നമ്മൾ മാറ്റണം. നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളുടെ ഭാഗമായി മാറും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. നിങ്ങൾക്ക് 10,000 രൂപ ഒരു ചുരിദാർ മേടിക്കാൻ കിട്ടിയാൽ 5,000 രൂപ മാറ്റി വെക്കണം. അത് മറ്റൊരുത്തൻ്റെ വസ്ത്രമായി അവൻ്റെ ദേഹത്ത് കിടക്കണം. നിങ്ങളൊരു കല്യാണത്തിന് ഒരു സാരി മേടിച്ച് ഉടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ പറയണം, എനിക്ക് അത്രയും വില കൂടിയ സാരി വേണ്ട, എനിക്ക് അതിൻ്റെ പണം കിട്ടിയ. ഒരു പെൺകുട്ടി ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ധ്യാനമെല്ലാം കൂടി തിരുവചനമൊക്കെ സ്വീകരിച്ചൊരു പെണ്ണ് കല്യാണമൊക്കെ അടുത്ത് വന്നപ്പോൾ അവൾ വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് പപ്പ എന്തുമാത്രം സ്വർണ്ണം തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത്ര പവൻ സ്വർണ്ണം. അന്നേരം പറഞ്ഞു, അതിലെ 10% സ്വർണത്തിൻ്റെ പൈസ എനിക്ക് കാശായിട്ട് കിട്ടുമെന്ന്. അവൻ ചോദിച്ചു, അതെന്തിന്? അതെനിക്ക് കാശായിട്ട് കിട്ടുമെന്ന്. 1,00,000 രൂപ ക്യാഷായിട്ട് വാങ്ങി. ക്യാഷായിട്ട് മേടിച്ച് കൈ പിടിച്ച ശേഷം അവൾ പറഞ്ഞ്, എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. അങ്ങനെ അവൾ മാതാപിതാക്കന്മാരെയും കൂട്ടി വണ്ടിയെ കയറി ഇവിടെ വന്നു. എന്നെ പറഞ്ഞു, കല്യാണം വിളിക്കാൻ വന്നതാണ്. ആദ്യം കല്യാണം വിളിക്കുന്ന തിരുമേനിയാണ്. എന്നിട്ട് 1,00,000 രൂപ എടുത്തെന്ന് പറഞ്ഞു, എൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഈ പണം കൊണ്ട് മറ്റൊരു കുട്ടിയുടെ കല്യാണത്തിന് പൈസ കൊടുക്കണം. ഞാൻ 4 പെൺകുട്ടികൾക്കായിട്ട് 25,000 രൂപ വെച്ചത് പങ്കുവെച്ച് കൊടുത്തു. പ്രിയമുള്ളവരെ ഓർക്കുക,
മനോഭാവം മാറി. ഉയർത്തെഴുന്നേറ്റവൻ്റെ ശക്തി വന്നപ്പോൾ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് മാറി. നമുക്കാണേലോ 50 പവൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കുക, 100 പവൻ കിട്ടുമോ? 100 കിട്ടിയാൽ നമ്മൾ പറയും ഒരു കാറൂടെ കിട്ടുമോ? ഇതാണ് നമ്മുടെ ചിന്ത. 25,000 രൂപയുടെ സാരി മേടിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും? നമ്മുടെ കണ്ണ് പോകുന്നു 1,00,000-ൻ്റെ. നമ്മുടെ കാഴ്ചപ്പാട് മരിച്ചവൻ്റെ കാഴ്ചപ്പാടാണ്, ജീവനില്ലാത്ത ലോകത്തെ കാഴ്ചപ്പാടാണ്. നമുക്ക് ഒരു സമൂഹത്തിന് ജീവൻ നൽകുന്ന ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം അറ്റുപോയ സമൂഹത്തിന് ജീവനില്ല. പ്രിയമുള്ളവർ, ജീവനില്ല. കുറേ കാലം മുമ്പ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ പത്രം വായിക്കുകയാണ്. കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. അന്ന് എനിക്ക് ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഷുഗറിൻ്റെ പ്രയാസങ്ങളെല്ലാം ഭയങ്കര പ്രയാസം. അതുകൊണ്ട് ഞാൻ തൊട്ട് താഴെ ചാപ്പലിൽ കുർബാന നടക്കുകയാണ്. ഞാൻ കുർബാനയ്ക്ക് പോയില്ല. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഓർത്ത്, എന്നാൽ പിന്നെ 1.5 മണിക്കൂർ കഴിയും കുർബാന തീരണമെങ്കിൽ പത്രം അങ്ങ് വായിച്ചേക്കാം. പത്രം എടുത്ത് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വാർത്ത കണ്ട്, എന്താണ്, അങ്ങ് കുറച്ച് അകലെ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന് വീടില്ല. അയാൾ താമസിക്കുന്നത് ഈ കക്കൂസിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ കുറച്ച് കമ്പുകളെല്ലാം അടുക്കി വെച്ചിട്ട് ഒരു ഷീറ്റ് ഇട്ടിരിക്കുക. 2 വീട് അപ്പുറത്തും ഇപ്പുറത്ത് ഇത്ര അടുത്ത് ഇരിക്കുക. അതിൻ്റെ നടുക്ക് ഒരു കക്കൂസിൻ്റെ ടാങ്കാണ്. അതിൻ്റെ മുകളിൽ കട്ടകളും പ്ലാസ്റ്റിക് ഷീറ്റും അടുക്കി വെച്ച് ഒരു ചെറിയ കുടിലുണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു ഭർത്താവ്, ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, 1 പെൺകുട്ടി, 13 വയസ്സുള്ള പെൺകുട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്ക്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് താമസിക്കേണ്ടി വന്നാലത്തെ ഗതി. ആ സ്ഥലത്തേക്ക് വിളിച്ച് അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത്, പ്രിയമുള്ളവരെ, ഒന്നുമില്ലായ്മയുടെ മധ്യത്തിലൊരു കുടുംബം. എൻ്റെ ഈ കൊടുക്കാനും കാശില്ല. ഇവിടെ ആണ്ട് 1 കോടി രൂപ കടമുണ്ടെന്ന്. ഞാൻ ചാടിക്കയറി ചുമ്മാ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വീട് പണിത് തന്നേക്കാം. അച്ഛൻ എന്നെ ഇങ്ങനെ ഏറുകണ്ണിട്ട് നോക്കി, ഇത് എവിടുന്ന് കൊടുക്കും? പറയുമ്പോൾ ഞാനിവിടെ വന്ന ശേഷം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ, നമ്മളെല്ലാം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്, ഫേസ്ബുക്ക് എങ്ങനെ നല്ലതായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ ആ ഫേസ്ബുക്ക് പേജ് എടുത്തിട്ട് ഈ ഫോട്ടോ അതിനകത്ത് അപ്ലോഡ് ചെയ്തു. ആ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തു. പള്ളിയിൽ ഞാനിത് അനൗൺസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വീട് പണിയാൻ പോവുകയാണ്. എനിക്കല്ല, ഇതുപോലെ ഒരു പത്രത്തിൽ പരസ്യം കണ്ട് അവർക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, 6.5 ലക്ഷം രൂപയുടെ ഒരു വീട് അന്ന് തന്നെ ഞാൻ അഡ്വാൻസ് കൊടുത്തു. അന്ന് വൈകിട്ട് തന്നെ അഡ്വാൻസ് കൊടുത്തു. 1 മാസത്തിനുള്ളിൽ ആ വീട് എല്ലാവരും വന്ന് നമ്മളെ സഹായിച്ചു. ആ വീട് കറക്റ്റ് 6.25 ലക്ഷം രൂപ തന്നെ നമുക്ക് കിട്ടി. ആ വീട് അവർക്ക് നമ്മൾ പണിത് കൊടുത്തു. അന്ന് അവരാ വീട്ടിൽ സന്തോഷമായിട്ട് ഞങ്ങളാ പോയി കൂദാശ ചെയ്തത്. ആ വീട് പ്രാർത്ഥിച്ച് കൂദാശ ചെയ്ത് ഞാനും ആ പ്രദേശത്തെ അച്ഛനും കൂടെ കൂടിയാണ് പ്രാർത്ഥിച്ച് അവർക്ക് കൊടുത്ത് താക്കോലൊക്കെ കൈമാറി. നമ്മൾ ഓർക്കുക, നമുക്ക് കിട്ടുന്ന ഈ ആയുസിൻ്റെ ദിവസങ്ങൾ നന്നായി വിനിയോഗിക്കാൻ നമ്മളെ കൊണ്ടാവും. നിങ്ങളുടെ ഫേസ്ബുക്കുകൾ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യസന്ധമാണെന്ന് മനസ്സിലാക്കി ഒന്ന് ഷെയർ ചെയ്യരുത്. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഒരിക്കൽ ഒരമ്മയും ഒരു കുട്ടിയും കൂടി ഇവിടെ പാറമ്പുഴ ഭാഗത്ത് 14 വയസ്സുള്ളൊരു പെൺകുട്ടി പൂർണ്ണമായി പ്ലാസ്റ്റിക് പടതായിക്കകത്താണ് കഴിയുന്നത്. പൂർണ്ണമായിട്ട് പ്ലാസ്റ്റിക് പീഠം വഴി സൈഡിൽ. അന്ന് ഞാനിങ്ങനെ ആ ക്രിസ്മസിനായിരുന്നു ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എഴുതിയതാണ്, ഈ ക്രിസ്മസ് ഈ പുൽക്കൂട്ടിലാകട്ടെ. അതായിരുന്നു എൻ്റെ ഒരു ക്യാപ്ഷൻ എഴുതിയത്. അന്നേരം തന്നെ അമേരിക്കയിൽ തന്നെ പരിചയമുള്ള ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു, തിരുമേനിയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, ഈ ക്രിസ്മസ് ഈ പുൽക്കൂട്ടിലാകട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് പിടികിട്ടിയില്ല. നമ്മുടെ ആളുകൾക്കൊന്നും മനസ്സിലാകുകയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ ക്രിസ്മസിന് ക്രിസ്തു ജനിക്കേണ്ടത് ഈ പുൽക്കൂട്ടിലാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഓ അങ്ങനെയാണോ, അതാണല്ലേ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്നിട്ട് ചോദിച്ചു, നമുക്ക് ഈ വീട് പണിയാൻ എത്ര രൂപയാവും? ഞാൻ പറഞ്ഞു, ഒരു 5-6 ലക്ഷം രൂപ. അന്നേരം എന്നോട് പറഞ്ഞു, എന്നാൽ ഇനി അന്നൊരു 3 ലക്ഷം രൂപ മറ്റേ ആകത്തുള്ളൂ. എന്നാൽ പറഞ്ഞു, തിരുമേനി ഇനി ആരോട് ചോദിക്കണ്ട, പോസ്റ്റ് പിൻവലിച്ചേക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആ ചെറുപ്പക്കാരൻ അമേരിക്കയിൽ നിന്ന് ബന്ധുവിനെ വിളിച്ച് പറഞ്ഞ് ആ വീടിനുള്ള മുഴുവൻ പണവും ഈ ദേവാലയത്തിൽ കൊണ്ട് തന്നു. കണ്ടോ, നമുക്ക് എന്തെല്ലാം ഇതുപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യാനൊരുങ്ങുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുകയില്ലേ? എന്തെല്ലാം നന്മകൾ ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവർ, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നു, ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? ഇല്ല. എല്ലാവരും എന്നാ ഓർക്കും, എന്നെക്കൊണ്ട് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനില്ലാത്തവരാണ്. അതാർത്ഥം.
നമുക്ക് ജീവനില്ല. ജീവനുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവും, സ്നേഹമുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവും. അതുകൊണ്ട് ഒന്നാമത്തെ കല്ല് നമ്മൾ എടുത്തു മാറ്റണം. രണ്ടാമത്തെ കല്ല് ക്രിസ്തു നമുക്ക് വേണ്ടി മാറ്റും. അതേതാ? ക്രിസ്തുവിനെ അടച്ചു വച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന നീ അന്വേഷിക്കുന്ന സ്ഥലത്തെ ക്രിസ്തു കാണാതെ വരും. നീ അന്വേഷിക്കുന്ന സ്ഥലത്ത്, നീ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ക്രിസ്തു കാണാതെ വരും. അവിടെ ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള കല്ല് മാറ്റാൻ വേണ്ടി നീ ശ്രമിക്കും. അപ്പോൾ കാണും അവിടെ കല്ലുമില്ല, ക്രിസ്തുവില്ല. അപ്പോൾ ക്രിസ്തു തന്നെ ചോദിക്കും, നീ ഇവിടെ ആരെയാ തേടുന്നത്? നീ ഇവിടെ എന്താ തേടുന്നത്? പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞ് നീ പള്ളിയിൽ പോകുന്നു. നീ എന്തിനാ പോകുന്നേ? പലരുടെയൊക്കെ പുറത്ത് പറയാൻ മേലെന്നേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് ഒരു മൊബൈൽ ഫോണുമായിട്ടൊരു പെണ്ണ് വന്നു. ആ പെങ്കൊച്ച് പറഞ്ഞു, എൻ്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ചിരിക്കുന്ന ചിത്രങ്ങളാച്ചാ ഇത്. ഒറ്റ പ്രാവശ്യം നോക്കാൻ പറ്റുള്ളൂ, പിന്നെ നോക്കാൻ പറ്റിയില്ല. അവരുടെ വീട്ടിൽ വിളിച്ചൊന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ പറയുന്നത്? അത്രയ്ക്ക് മോശമായ കാര്യങ്ങളാണ് ഈ മൊബൈൽ ഫോണിലൂടെ ഈ പെൺകുട്ടിക്ക്, ഈ ചെറുപ്പക്കാരന് അയച്ചു കൊടുത്തിരിക്കുന്നത്. അകത്ത് പോകേണ്ട കേസാണ്. ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞ് കേസ് കൊടുക്കണ്ട, ക്ഷമിക്കുക, നമുക്കൊന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പ്രിയമുള്ളവർ, ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ അകത്ത് പോകാതെ ഇപ്പോൾ പുറത്ത് നടപ്പുണ്ട്. അങ്ങനെ എത്രയോ മ്ലേച്ഛതകളിലാണ് നമ്മുടെ ചെറുപ്പക്കാർ ജീവിക്കുന്നത്. എന്നിട്ടോ അവർ ദൈവത്തെ കല്ലെറിയുന്നു, നന്മയെ കല്ലെറിയുന്നു, ദൈവിക കാര്യങ്ങളെ കല്ലെറിയുന്നു. കണ്ടോ അങ്ങനത്തെ ആളുകളെന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ നിങ്ങൾ ആരെയാ തേടുന്നത്? എന്ത് സുഖമാണ് തേടുന്നത്? എന്തിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്ത് സ്നേഹമാണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ നോക്കുക. നിങ്ങളുടെ യൗവനപ്രായത്തിൽ നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നത് എന്തിനാണ്? ഇപ്പം പല കോട്ടയം ടൗണിലെ മിക്കവാറും ദേവാലയങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുക ഉച്ച സമയത്ത്. എന്താണെന്നറിയോ? ഒരു പെണ്ണും ഒരു ചെറുക്കനോടെ കയറും, എന്ത് ചെയ്യാണ്, ഈ തൂണെ മറഞ്ഞിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനകത്തിരുന്ന് വർത്താനം. അതുകൊണ്ട് ഉച്ച സമയങ്ങളിൽ പള്ളി മുഴുവൻ അടച്ചിട്ടിരിക്കുക. നിങ്ങളുടെ ദേവാലയങ്ങൾ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹകളാക്കി മാറ്റുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് ഒരു ദേവാലയത്തിൻ്റെ ശവക്കോട്ടയിലോട്ട് ഒരു ചെറുക്കനും പെണ്ണും കയറി പോകുന്നതാണ്. അവസാനം പിടിച്ച്, നാട്ടുകാരെല്ലാം കൂടി പിടിച്ച ശേഷം അവരെ വാണിംഗ് കൊടുത്ത് പുറത്ത് വിട്ട്. അതുകൊണ്ട് അവർ സ്ഥലം മാറ്റിയെന്നേ ഉള്ളൂ, പ്രവൃത്തി തീർത്തില്ല. അവർ ക്രിസ്തുവിനെ തേടുക. അവർ എന്തു ചെയ്യാണ്? അവർ ജീവിതം തേടുകയാണ്. അവസാനം പ്രിയമുള്ളവരെ സ്ഥലം മാറ്റിയത് അങ്ങോട്ടാണെന്നറിയോ? ഞാനൊരു ദിവസം ഒരു പള്ളിയിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പോവുക. ഈ കോട്ടയം ഭദ്രാസനത്തിലെ പ്രശസ്തമായൊരു പള്ളിയിലേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞാൻ കോളെടുത്ത്. അവിടെ വലിയ തല്ലിയലും കരച്ചിലും കേൾക്കാം. ഉടനെ ആ തള്ള പറഞ്ഞു, അച്ഛാ, ഞാനന്ന് മെത്രാച്ചനായില്ല, അച്ഛനാണ്. അച്ഛൻ ഇവിടം വരെ വന്നില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊലപാതകമോ മരണമോ ഒക്കെ നടക്കും. പെട്ടെന്ന് ഫോൺ കട്ടായി. ഞാൻ പ്രസംഗിക്കാൻ പോകേണ്ട ഞാൻ അവിടുന്ന് നേരെ വണ്ടി എടുത്ത് തിരിച്ചു പോയി. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രിയമുള്ളവർ അവിടെ അടിയും തൊഴിയെല്ലാം നടന്നു. ഒരു പെണ്ണിൻ്റെ അപ്പൻ ഒരു പെണ്ണിൻ്റെ ഡ്രസ്സെല്ലാം വലിച്ച് കയറി തല്ലിപ്പറിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണോ ഈ കാണിക്കുന്നത്? ഇതെന്താ ഇത്? എന്നാ ഇവിടെ പ്രശ്നം? ഉടനെ അച്ഛൻ ആ വ്യക്തി എന്നോട് പറഞ്ഞ്, അച്ഛാ, എല്ലാ ദിവസവും വൈകുന്നേരം കോട്ടയം ടൗണിൻ്റെ അപ്പുറത്തുള്ള ഒരു പയ്യൻ +1 ബൈക്കുമായിട്ട് കോട്ടയം ടൗണ് കടന്ന് ഇപ്പുറത്ത് വരും. എന്നിട്ട് 8 മണി 9 മണി ആകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വാടകയ്ക്ക് കിടക്കുന്ന വീടിൻ്റെ പുറകുവശത്തെ വാതിൽ ഇവള് തുറന്നു കൊടുക്കും. ഇതിനകത്ത് കയറിയാണ് മാസങ്ങളായിട്ട് താമസം. രാത്രി അവിടുന്ന് ഞാൻ പോരുന്നത് 2 മണിക്കാണ്. 2 മണി വരെ ഈ പെണ്ണിനെ ഉപദേശിച്ച ശേഷം ഞാൻ പുറത്തിറങ്ങി ഇങ്ങോട്ട് പോരുകയും ഇവള് തള്ളെ കോക്കറി കാണിച്ച് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഭും ഭും എന്ന് പറഞ്ഞൊരു 5-6 ഇടിയും കൂടെ കേട്ട്. കാരണം എന്താണ്? അവൾ പറഞ്ഞ് ഞാനും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. 2 മണിക്ക്, രാത്രി 2 മണി വരെ അവിടെ ഇരുന്ന് ഉപദേശിച്ചിട്ട് പോന്നു. പ്രിയമുള്ളവരെ, ആ അപ്പൻ വേദനിച്ച് മരിച്ചത് മാരകമായ ക്യാൻസർ രോഗം വന്ന. ആ അപ്പൻ മരിച്ചത് വേദനിച്ച്
മകളെക്കുറിച്ച് വേദനിച്ച് മാരകമായ ക്യാൻസർ രോഗം വന്ന് മരിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങളൊക്കെ എന്താ തേടുന്നത്? കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? ആരെയാണ് അന്വേഷിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവനെയോ അതോ മരിച്ചു പോകുന്നതിനെയോ? നിങ്ങൾ പാപത്തെയാണോ അന്വേഷിക്കുന്നത്? ദൈവത്തെയാണോ അന്വേഷിക്കുന്നത്? കർത്താവ് ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയും സ്നേഹവും അനുഭവിക്കുന്ന പുതിയ വഴിയിലേക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ നമുക്കിന്ന് തീരുമാനമെടുക്കാം. അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് എന്നിൽ ആവസിക്കാൻ, ഒരിക്കലും മരിക്കാത്തവനെ പോലെ ഒരു വിശുദ്ധനായി ഭൂമി ജീവിക്കാൻ ഞാൻ എനിക്കുള്ള എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എൻ്റെ പാപങ്ങളും എനിക്കുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം. ഹൃദയം കർത്താവിലേക്ക് സമർപ്പിക്കാം. നിങ്ങൾ ആരെയാണ് തേടുന്നത്? ഈ ഭൂമിയിൽ നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? ക്രിസ്തുവിനെ തന്നെയാണോ? അതോ ജീവനില്ലാത്ത ജഡമാണോ നീ അന്വേഷിക്കുന്നത്? നിൻ്റെ ജീവിത പ്രവൃത്തികൾ, നിൻ്റെ ജീവിത ശൈലികൾ ജീവനുള്ള ശൈലിയാണോ അതോ മരണകരമായതാണോ? ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം ഈ കല്ലറ കല്ല് വെച്ച് അടച്ചതാരാ? നമ്മുടെ മുൻവിധികളും കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവൻ്റെ പക്ഷത്തോ മരിച്ചവൻ്റെ പക്ഷത്തോ? കർത്താവ് നമ്മെ വിളിക്കുക, മകനെ, ഞാൻ നിനക്ക് വേണ്ടി ഒരു മനുഷ്യനായി തീർന്നു. ഞാൻ ജീവിച്ചത് ചാണകക്കൂട്ടില്ല, വളർന്നത് ഒരാശാരിച്ചക്കനായിട്ട്. എൻ്റെ ബാല്യകാലങ്ങളിലെ ജോലി ആശാരിപ്പണി ചെയ്ത് അപ്പനെ സഹായിക്കുന്നതായിരുന്നു. എനിക്ക് വലിയ കുടുംബ മഹിമയോ ഒന്നുമില്ല. ഞാൻ യൂദാ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അമ്മ സ്വന്തം ജീവിതം ദൈവപിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതുകൊണ്ട് ലോകം അവളെ തെറ്റിദ്ധരിക്കുകയും പഴിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വന്നപ്പോൾ എനിക്കൊരു നല്ല പേരില്ലായിരുന്നു. ജാരസന്തതി എന്ന് പോലും പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് 30 വയസ്സായപ്പോൾ ഞാൻ തെരുവിലേക്ക് ഇറങ്ങി. എനിക്ക് വേണ്ടി ഞാനൊന്നും സമ്പാദിച്ചില്ല. ഞാൻ എനിക്ക് വേണ്ടി തേടിയില്ല. ഞാൻ എന്നെ തേടിയില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ തേടിയത്. എൻ്റെ ജീവിത വഴിയാത്രയിൽ വിശക്കുന്നവനെ കണ്ടപ്പോൾ ഞാൻ കൈ നീട്ടി അപ്പം മേടിച്ച് പിതാവിൻ്റെ മുമ്പിൽ കൊടുത്തു. പിതാവ് വാഴ്ത്തി തന്നപ്പോൾ ഞാൻ ആ 5 അപ്പം എൻ്റെ അടുത്ത് നിന്നവർക്ക് പങ്കുവച്ചു. 5000 പേര് കഴിച്ചിട്ട് സന്തോഷത്തോടെ വിശപ്പ് മാറിയെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടതാ. എല്ലാവരും കല്ലെറിയാൻ കല്ലുമായി നിൽക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാപിനിയായ സ്ത്രീയെ കണ്ടപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒരു നിരപരാധിയാക്കി തീർത്തത് ഞാൻ പാപിയെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്താൻ. അവസാനത്തെ അത്താഴത്തിൽ അപ്പമെടുത്ത് ചേർത്ത് പിടിച്ചതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി തലമുറകളായി നൽകിയത് എൻ്റെ വാക്കിൻ്റെ സ്നേഹം കേട്ട് കണ്ട് അനുഭവിച്ച് നീ എൻ്റെ ശരീരം പോലെ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ചിട്ട്. എത്രയോ യുവാക്കന്മാർ ഒരു യുവതിയുടെ സ്നേഹം തേടി മാതാപിതാക്കന്മാരെയും തനിക്കുള്ളതിനെ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് പോകാറുണ്ട്.
എന്നിട്ടും എന്തേ എന്നെ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവരിലാരും തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരാത്തതെന്താ? ആർക്കും എന്നോട് സ്നേഹമില്ലേ? എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും തലമുറകൾക്കിടയിൽ ഞാൻ തിരയുന്നു. മറിയമെന്ന പെണ്ണിനെ കണ്ടപ്പോൾ പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകി അവളെ എന്നോട് ചേർത്തു. പത്രോസിനെ കണ്ടപ്പോൾ, അവൻ്റെ നിഷ്കളങ്കത കണ്ടപ്പോൾ ദൈവാത്മാവിനെ കൊടുത്ത് എന്നോട് ചേർത്ത്. നിന്റെ പൂർവ്വപിതാക്കന്മാർ ക്രിസ്തുവിനെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് നിന്റെ വീട്ടിൽ ഇന്നും ക്രൈസ്തവ വിശ്വാസം നിലനിൽക്കുന്നത്. നിന്റെ തലമുറയിൽ ക്രിസ്തുവിനെ കൊടുക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ നീ ക്രിസ്തുവിനെ സ്നേഹിക്കണം. കർത്താവ് ചോദിക്കുന്നു, മകനെ, നീ എനിക്ക് വേണ്ടി എന്ത് തരും? ഞാൻ എനിക്കുള്ളതെല്ലാം നിനക്ക് വേണ്ടി തരാം. എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് എല്ലാം നിനക്ക് ഞാൻ തരാം. എന്നെപ്പോലെ മരണമില്ലാത്തൊരു വ്യക്തിയായിട്ട് നിന്നെ ഞാൻ ഉയർത്താം. തലമുറകളാൽ അറിയപ്പെടുന്ന, എനിക്ക് എണ്ണി എണ്ണി പറയാൻ എത്ര പേരുണ്ട്. വിശുദ്ധരുടെ അവസാനത്തെ കണ്ണിയായി വന്ന ഭാരതത്തിൻ്റെ അമ്മയായ മദർ തെരേസ അടക്കം എൻ്റെ കയ്യിൽ ജീവിതമേപ്പിൽ ഏൽപ്പിച്ച എത്രയോ യുവതികളെയും യുവാക്കന്മാരെയും ഞാൻ എൻ്റെ കയ്യിലെടുത്ത് സ്നേഹിച്ച് ഉയർത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതം ഉയർത്തപ്പെട്ട ജീവിതമാണ്, ഒരിക്കലും മരിക്കാത്ത ജീവിതം. ഭാരതത്തിന് ചരിത്രമുള്ളിടത്തോളം കാലം മദർ തെരേസ എന്ന സ്ത്രീ ഒരിക്കലും ഇനി മരിക്കില്ല. ആരുടെയും ഹൃദയത്തിൽ നിന്ന് മായ്ക്കാനും പറ്റാത്ത രീതിയിൽ മുദ്ര ചെയ്യപ്പെട്ടതുപോലെ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ പുക്കിൾക്കുടി പോലെ ഇതാ ഭൂമിക്ക് മറക്കാൻ പറ്റാത്ത ചില ജന്മങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം. എൻ്റെ യേശുവേ, ഇപ്പോൾ ഈ മക്കളിൽ നിന്ന് അങ്ങയുടെ സ്നേഹിതരെ തേടുന്നു. ക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് സ്നേഹിതരെ തേടുന്നു. എനിക്ക് നിന്നെ നോക്കി പറയാനൊന്നേ ഉള്ളൂ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുന്നു. നിന്റെ മനസ്സ് എന്നിലേക്ക് തിരിയുന്നത് നോക്കി ഞാൻ കാത്തിരിക്കുകയാണ്. നിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്നെയാണ്. യേശു പറയുക, അതുകൊണ്ട് നീ എൻ്റേതാണെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുക. കർത്താവ് പറയണം, നീ എൻ്റേതാണ്, നീ എൻ്റേത് മാത്രം. But